സച്ചേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചേട്ടാ? നല്ല ക്ഷീണമുണ്ട്. അത് ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ ഒക്കെയാ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല ക്ഷീണം കാണുമെന്നും റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. എന്നാലും വല്ലാത്തൊരു സംഭവമായി പോയി. എല്ലാവർക്കും ഇതങ്ങനെ ഒരുമിച്ച് ഫുഡ് പോയിസൺ അടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. ഈശ്വരാധീനം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഈശ്വരാധീനം മാത്രമല്ലല്ലോ, താനും കൂടെ ഉള്ളതുകൊണ്ടാ ആർക്കൊന്നും പറ്റാഞ്ഞേ. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും താൻ പതിരിപ്പോകാതെ ധൈര്യമായിട്ട് എല്ലാരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നമുക്കിടയിൽ നന്ദി പറയരുതെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. എന്റെയും എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതിന് ഒരു നന്ദി പറയാതിരിക്കാനും തോന്നുന്നില്ല. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആദരം കൂടി സഹായിച്ചിട്ടാ എല്ലാം എന്നെ കൊണ്ട് സാധിച്ചത്. ഇതിനൊക്കെ അപ്പുറം ഞാനും സച്ചേട്ടനും നമ്മുടെ കുടുംബം എല്ലാം നന്ദി പറഞ്ഞ് കടപ്പെട്ടിരിക്കേണ്ടത് മറ്റൊരാളോടാ. മൈക്കിൾ. അദ്ദേഹം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ലായിരുന്നു. ശരിക്കും മൈക്കിൾ ആരായിരിക്കും? ഒരു വഴിപോക്കൻ അല്ല. പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആരാന്നും എന്താന്നും. കുറെ നല്ല ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കഷ്ടപ്പെടുമ്പോ ഒരു വഴിപോക്കനായി വന്ന് നമ്മളെ സഹായിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ആള് ദൈവം. സച്ചേട്ടാ, എന്റെ പ്ലാൻ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഒരുത്തം വന്ന് കയറിയതും എല്ലാം പാളിപ്പോയി. നമ്മളും കഴിച്ചതുകൊണ്ടാ പോലീസിന് നമ്മളെ സംശയമില്ലാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നമ്മള് കാരണം അർച്ചന പിന്നെയും സ്റ്റാറായി. അവൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അവൾ ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ എല്ലാം ഈസിയാ. അല്ല ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. കേക്കില് വിഷം ചേർത്ത പോലെ ഇവിടുത്തെ ചോറില് വിഷം ചേർത്ത് എല്ലാത്തിനും ഇങ്ങ് കൊന്നാ പോരെ? കൊള്ളാം, നല്ല ബുദ്ധി. ചോറില് വിഷം ചേർത്ത് എല്ലാത്തിനെയും കൊന്നിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയി പിടികൊടുക്കാം. ഇതിപ്പോ കേക്ക് ആയതുകൊണ്ട് ആ ബേക്കറിക്കാരന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ പറ്റി. അവളുടെ ഓരോ മണ്ടത്തരങ്ങള്. പിന്നെ ചേച്ചി നല്ലൊരു ബുദ്ധി പറയും. ഒന്നുകിൽ അർച്ചനയെ കൊല്ലണം, അല്ലെങ്കിൽ അവൾ ഇന്നും നിൽക്കുമ്പോ ഇവിടുന്ന് പോണം. എടുത്തി അത് ചെയ്യാതിരുന്നല്ല. ഞാനും അർച്ചനയും പോകണമെന്ന് കരുതിയതാ. പക്ഷേ അപ്പോഴല്ലേ എല്ലാവരും ഹോസ്പിറ്റലായത്. ഉടനെ പോവാം. പിന്നെ നിങ്ങളെല്ലാരും പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങള്. എന്റെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു. എങ്കിലും ആദ്യത്തെ 6 മാസം ഞങ്ങൾ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലൊന്നും അല്ലായിരുന്നു എന്ന് ഏടത്തേക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. മറ്റുള്ളവരോട് അതൊന്നും പറയാൻ പറ്റാത്തോണ്ടാ ഞാനൊന്നും മിണ്ടാത്തെ. എടാ, അതൊക്കെ ശരി തന്നെ. എങ്കിലും സന്ധ്യയെ പോയി കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാ സച്ചി. 6 മാസം നിങ്ങൾ അകൽച്ചയിലായിരുന്നെങ്കിലും ഇതിപ്പോ വീണ്ടും ഇത്ര മാസമായില്ലേ. ഏട്ടത്തി പറഞ്ഞൂന്ന് കരുതി നിനക്ക് വേറൊന്നും തോന്നണ്ട. ഈ വീട്ടിലെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത്. സന്ധ്യ മിടിക്കുക. എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ സന്ധ്യയുടെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. എത്ര നാളെന്ന് കരുതിയാ നീയും അർച്ചനയും ഇവിടെ ഉള്ളവരും ഇതിനായി കാത്തിരിക്കുന്നേ. നന്ദേട്ടന്റെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാ. അതാ
ഞാൻ തന്നെ ഇത് നിന്നോട് വന്ന് നേരിട്ട് പറയാമെന്ന് കരുതിയേ. സച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വീട്ടിലെ ഓരോ ഇടവേളകളിലും ഓരോ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമൊക്കെ താല്പര്യമില്ലായിരുന്നെങ്കിലും സന്ദീപ് ആതിര വിവാഹം, ആ സന്തോഷം കഴിഞ്ഞപ്പോഴേക്കും എന്റെ നന്ദേട്ടന്റെ തിരിച്ചുവരവ്. ഇനിയുള്ളത് നമ്മുടെ അർച്ചന അമ്മയാവാൻ പോവാന്നുള്ള സന്തോഷ വാർത്തയാ. നിന്നെപ്പോലെ തന്നെ ആ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. എടാ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ നീ ടെൻഷനൊന്നും ആവണ്ട. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് നീ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് വേണ്ട. എന്റെ വാക്കുകൾ വെറുതെ തള്ളിക്കളഞ്ഞ് നീ ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. നീ ചെന്ന് അർച്ചനോട് കാര്യം പറ. സന്ധ്യയെ വിളിച്ചു പറഞ്ഞ് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാ നല്ലത്. ഇതൊന്ന് കഴിഞ്ഞാ സമാധാനായിട്ടിരിക്കാലോ. നീ ചെല്ല്, എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്ത. എടാ പിന്നെ അർച്ചനയുടെ അടുത്ത് ഇത് പറയുമ്പോ ചിലപ്പോ അവക്ക് വിഷമായിന്ന് വരും. അത് പൊതുവേ ഉള്ളൊരു പേടിയാ. അവൾക്ക് വിഷമം തോന്നാത്ത രീതിയിൽ വേണം നീ ഇത് അവതരിപ്പിക്കാൻ.